മിഷൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് തിരുസഭ നമുക്ക് വിചിന്തനത്തിനായിട്ട് തരുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. നല്ല സമരിയാക്കാരൻ്റെ ഉപമയാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്നത്. നമ്മുടെയൊക്കെ ചെറുപ്പനാൾ മുതൽ നമ്മൾ കേട്ട് പരിചയമുള്ളൊരു ഉപമയാണ്, ഒരു വചനഭാഗമാണ് ഇത് നല്ല സമരിയാക്കാരൻ്റെ ഉപമ എന്ന് പറയുന്നത്. ഒരുപാട് നമ്മൾ കേൾക്കുകയും ഒരുപാട് വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വചനഭാഗമാണ്. അതിൽ ഓരോ കഥാപാത്രങ്ങളും നമുക്ക് മനഃപ്പാഠമാണ്. എപ്പോൾ ചോദിച്ചാലും നമുക്ക് അതിനെക്കുറിച്ച് കഥാപാത്രത്തെക്കുറിച്ച് പറയാനും അതിൽ ഓരോ വാക്യങ്ങൾ പറയാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നു. അത്രമാത്രം മനഃപ്പാഠമായ ഒരു ഉപമയാണ്. നമ്മൾ ഒരുപാട് ധ്യാനിക്കുകയും ചെയ്യുന്നൊരു വചനഭാഗമാണ് നല്ല സമരിയാക്കാരൻ്റെ ഉപമ. അതേപോലെ തന്നെ ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുമുണ്ട്. ചോദ്യം ഇപ്രകാരമാണ്: നമ്മുടെയൊക്കെ ലൈഫിൽ എപ്പോഴെങ്കിലും നല്ലൊരു സമരിയാക്കാരനായി ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറെ തരത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ശത്രുക്കളെന്ന് കണക്കാക്കുന്ന വ്യക്തികളെ സ്നേഹിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് ഈ ദിവസം നമ്മൾ വിചിന്തനം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. രണ്ടാമതായിട്ട്, നമ്മൾ ഈ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഈ യഹൂദരും സമരിയാക്കാരും ശത്രുക്കളാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രണ്ടുപേരും ശത്രുക്കളായിട്ടുള്ള വ്യക്തികളാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കിന് നമുക്ക് കാണാം, ഈ നല്ല സമരിയാക്കാരൻ്റെ ഉപമ പറയുന്നതിന് തൊട്ട് മുമ്പത്തെ പാസേജ് 9-ാം അധ്യായം 51-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ ഈ സമരിയാക്കാർ തിരസ്കരിക്കുന്നുണ്ട്. ഈ ക്രിസ്തുവിനെ അംഗീകരിക്കണില്ല. നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കി വിടുകയാണ് ഈ ക്രിസ്തുവിനെ ചെയ്തത്. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് എക്സ്പീരിയൻസ് അനുഭവിച്ച ക്രിസ്തു ഒരു കഥ പറയുമ്പോഴത്തേക്കിന് ആ കഥയിലെ യഹൂദരോടൊരു കഥ പറയുമ്പോഴത്തേക്കിന് ആ കഥയിലെ നായകനായിട്ട് ക്രിസ്തു തിരഞ്ഞെടുക്കുന്നത് സമരിയാക്കാരനെയാണ്. സോക്കോൾഡ് യഹൂദർ ശത്രു എന്ന് വിചാരിച്ചിരിക്കുന്ന, വില്ലന്മാരെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളെയാണ് ക്രിസ്തു തൻ്റെ കഥയിൽ നായകനാക്കി എടുക്കുന്നത്. ഒരു യഹൂദനാണ് അല്ലെങ്കിൽ മറ്റൊരു യഹൂദനാണ് ഈ കഥ പറയണമെങ്കിൽ, ക്രിസ്തുവിന് പകരം വേറൊരു യഹൂദനാണ് ഈ കഥ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കഥയിലെ നായകൻ ഒന്നെങ്കിൽ നിയമജ്ഞനായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു പുരോഹിതനായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യഹൂദനായിരുന്നിരിക്കാം. ആ കഥയിലെ വില്ലനായിട്ട് അവതരിപ്പിക്കുന്ന സമരിയാക്കാരെയായിരിക്കും. പക്ഷെ ക്രിസ്തു ഇവിടെ തൻ്റെ കഥയിലെ നായകനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഒരു സമരിയാക്കാരനാണ്. ശത്രു എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമരിയാക്കാരനാണ്. പ്രിയമുള്ള നമ്മുടെയൊക്കെ ലൈഫിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകും, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ, അല്ലെങ്കിൽ നമ്മൾ പോലും അറിഞ്ഞും അറിയാതെ ഒരുപാട് ശത്രുക്കൾ നമ്മുടെ ലൈഫിലുണ്ട്. ഒരു പക്ഷേ ചിലരെ സംബന്ധിച്ച് ചില വ്യക്തികളായിരിക്കാം, ചിലരെ സംബന്ധിച്ച് ചിലപ്പം ചില മതങ്ങളായിരിക്കാം, ചിലരെ സംബന്ധിച്ച് ശത്രുക്കളെന്ന് പറയുന്നത് ചിലപ്പം ചില രാജ്യങ്ങളായിരിക്കും. എന്തുമായിരുന്നു നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞു അറിയാതെ ഒരുപാട് ശത്രുക്കളൊക്കെ നമ്മുടെ ലൈഫിലുണ്ട്. ക്രിസ്തു സുവിശേഷത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നീ ശത്രു എന്ന് വിളിക്കുന്ന വ്യക്തിയെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അവരോട് നിനക്ക് കരുണ കാണിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു നമുക്ക് വ്യക്തമായി പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കിന്, തെറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല പാപം, ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതും പാപം കൂടെ തന്നെയാണ്. സിൻ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ പുരോഹിതനും ലേവ്യനും ചെയ്ത തെറ്റെന്ന് പറയുന്നത്? ചെയ്യാൻ പറ്റണ നന്മകൾ ചെയ്തില്ല എന്നുള്ളതാണ്. അവർ കണ്ടിട്ടും കാണാതെ പോവുകയാണ് ചെയ്യുന്നത്. ഭയങ്കര കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്, കംഫോർട്ടബിൾ സോണിൽ കൂടെ അവർ കടന്നു പോയത്. അങ്ങനെയുള്ളവരെ കുറിച്ച് ക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നത്, അങ്ങനെയുള്ളവരെ ഞാൻ എൻ്റെ വായുടെ തുപ്പിക്കളയെന്നാണ് പറയുന്നത്. ഈ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴത്തേക്കും നമ്മളിതുപോലെയാണ്. പലപ്പോഴും ഈ കംഫോർട്ടബിൾ സോണിൽ കൂടെ കടന്നു പോകാനാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. തെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ക്രിറ്റിസിസം ഏറ്റെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനും ക്രിറ്റിസിസം ഏറ്റെടുക്കേണ്ടി വരും. പക്ഷേ ഈ നടുവിലൂടെ വഴി എന്ന് പറയുന്നത് വളരെ കംഫോർട്ടബിൾ ആയിട്ടുള്ള വഴിയാണ്. ആരും നമ്മളെ കുറ്റപ്പെടുത്തത്തില്ല, ആരും നമ്മളെ കളിയാക്കത്തില്ല. അങ്ങനെ കംഫോർട്ടബിൾ ആയിട്ട് പോകാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ക്രിസ്തു വചനത്തിൽ പറയുന്നത്, ഞാൻ എൻ്റെ നാവിലൂടെ തുപ്പിക്കളയെന്ന് പറയുന്നത്. എന്താണ് ഈ ധനവാൻ ചെയ്ത തെറ്റ്? ധനവാൻ ലാസറിൻ്റെ ഉപമയിൽ എന്താണ് ധനവാൻ ചെയ്ത തെറ്റ്? ചെയ്യാൻ പറ്റുന്ന നന്മകൾ ലാസറിന് ചെയ്ത് കൊടുത്തില്ല എന്നുള്ളതാണ് ധനവാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ നന്മകൾ ചെയ്ത് മുന്നോട്ട് യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. അവസാനമായിട്ട് നമ്മൾ വചനത്തിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു കഥാപാത്രമുണ്ട് ഈ ഉപമയിൽ. അത് വേറെ ആരുമല്ല, സത്ര സൂക്ഷിപ്പുകാരനാണ്. വലിയ ഡയലോഗുകളൊന്നും ആ മനുഷ്യനില്ല. ഒരുപാട് വലിയ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറയണില്ല. ഒരു വാക്കുപോലും അദ്ദേഹം പറയണില്ല എന്നുള്ളത് അദ്ദേഹത്തിന് വിശുദ്ധ ആത്മയിൽ വലിയ പ്രാധാന്യം വഹിക്കുന്നുണ്ട്. ഈ സമരിയാക്കാരൻ ഈ മനുഷ്യനെ കൊണ്ട് സത്ര സൂക്ഷിപ്പുകാരനടുത്ത് വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഏൽപ്പിക്കുന്നുണ്ട്. ഒരു വാക്കുപോലും തിരിച്ചു ചോദിക്കുന്നില്ല, ഒരു വാക്കുപോലും മനുഷ്യൻ തിരിച്ചു പറയണില്ല. വിശ്വസ്തയോടെ ആ മനുഷ്യനെ ഏറ്റെടുക്കുകയാണ്, വിശ്വാസത്തോടെ ആ മനുഷ്യനെ ഏറ്റെടുക്കുകയാണ്, ശുശ്രൂഷ ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെയൊക്കെ മുന്നിലൂടെ കടന്നു വരുന്ന വ്യക്തികളെ ശുശ്രൂഷ ചെയ്യാൻ, വിശ്വാസത്തോടെ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രിയ സഹോദരങ്ങൾ, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വചനഭാഗമാണ്, നമ്മളെപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വചനഭാഗമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നല്ലൊരു സമരിയാക്കാരനായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതേപോലെ തന്നെ
സോക്കോൾഡ് ശത്രു എന്ന് വിചാരിക്കുന്ന വ്യക്തികളെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കാനും കരുണ കാണിക്കാനും നമുക്ക് ഓരോരുത്തരെയും സാധിക്കട്ടെ. അതിനായി ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.